ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഈ ജൂലൈ 11-ാം തീയതി. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരാഴ്ച ലീവ് കിട്ടിയപ്പോൾ സ്കോട്ട്ലൻഡിലെ ട്രിപ്പ് പോകുന്നത് ആണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ന്യൂകാസിൽ പോകും. സിസ്റ്ററിൻ്റെ വീട് അവിടെയാണ്. അവിടെ നിന്നാണ് സ്കോട്ട്ലൻഡിൽ പോണേ. ഇത് ഞാൻ ഇച്ചിന് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്ത ഹുഡിയാണ്. ഇത് ഇച്ചിന് എനിക്ക് തന്ന വാച്ചാണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങൾക്ക് നടക്കേണ്ടത്. രാവിലെ 7 മണിക്കാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ കുറച്ച് സ്പീഡിൽ നടക്കുകയാണ്. ഇച്ചൻ സാധാരണ നടക്കുന്നത്. പക്ഷേ ഇച്ചിൻ്റെ ഒപ്പം എത്താനായിട്ട് ഞാൻ കുറച്ച് ഓടി കഷ്ടപ്പെടുന്നുണ്ട്. ഇത് കണ്ടോ ഒരു മോഡലാണ് കേട്ടോ. നൈഫ് ഏഞ്ചൽ എന്ന് പറയും. അതായത് കത്തി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏഞ്ചലിൻ്റെ രൂപമാണ് ആ കാണുന്നത്. അതായത് വയലൻസിന് എതിരെ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ ഈ നൈഫ് ഏഞ്ചലിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണത് കാണാൻ. നല്ല ഒരു ക്ലൈമറ്റാണ്. രാവിലെ തന്നെ എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാം. മഴ കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ എടുത്ത് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ കടാപുരം. ഇവിടെ കണ്ടോ ഭൂമി പോലെ കിടക്കുന്നത്. ഈ വേലിയേറ്റത്തിൻ്റെ വേലിയിറക്കത്തിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് കേട്ടോ ഇത്. അതായത് ഒട്ടും വെള്ളമില്ല. രാവിലെ വെള്ളം ഉണ്ടാവില്ല. വൈകുന്നേരം വരുമ്പോൾ ഫുൾ വെള്ളം. അന്നേരം ഈ ചെളി കിടക്കുന്ന ബോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്യൂബ് സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾക്ക് ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ കയറി പോകണം ലണ്ടൻ വരെ. ഇത് ശരിക്കും പാതാളത്തിൽ കൂടെ പോണ ട്രെയിൻ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും പറ്റൂല, കേൾക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു തരം ട്രെയിനാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ലണ്ടനിലെത്തി. ലണ്ടനിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ ലണ്ടനിൽ നിന്നാണ് നമുക്ക് ബസ്സിൽ കയറേണ്ടത്. അതായത് ഒരു കോച്ച് സ്റ്റേഷനുണ്ട്. അതായത് ബസ് വരുന്ന ഒരു സ്റ്റേഷനുണ്ട്. അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട്. അതായത് ഇത് സൈറ്റ് സീയിങ്ങിനുള്ള ഒരു ബസ്സാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സൈറ്റൊക്കെ ഇങ്ങനെ കണ്ട് നമുക്കിങ്ങനെ പോവാം. അപ്പോൾ ബസ്സിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റി കയറി. ഒരു സാൻഡ്വിച്ചും ഒരു ഹോട്ട് ചോക്ലേറ്റും വാങ്ങിച്ചു. സാൻഡ്വിച്ച് ഭയങ്കര അലമ്പായിരുന്നു, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല. National Express service. Your safety is our number one priority. Welcome on board this National Express service. Your safety is our number one priority. So please. കയറിയപ്പോൾ തന്നെ ബസ്സിൽ കുറേ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം, അത് ഭയങ്കര മാൻഡേറ്ററി ആണ്. പിന്നെ ആരോടും ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് സംസാരിക്കുക, ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്, അങ്ങനെ പറഞ്ഞ് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സൈഡ് സീറ്റ് ഇച്ചിന് വിട്ടുകൊടുത്തു. സാധാരണഗതിയിൽ വൈഫ് അങ്ങനെ സൈഡ് സീറ്റ് വിട്ടുകൊടുക്കാറില്ലല്ലോ, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു. കാരണം എനിക്ക് ഇച്ചൻ്റെ തോളിൽ ഇത് ഇങ്ങനെ കിടക്കാം, പക്ഷെ ഇച്ചന് എൻ്റെ തോളിൽ കിടക്കുന്നത് പോസിബിൾ അല്ല. ബിക്കോസ് ഓഫ് ഞങ്ങളുടെ ഹൈറ്റ് ഡിഫറൻസിൻ്റെ കാരണം കൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ തുടങ്ങി കേട്ടോ. മഴ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മഴ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ മഴ കാരണം ഞങ്ങൾക്ക് പുറത്തെ വ്യൂസ് ഒന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷെ നല്ല അടിപൊളി സ്ഥലത്തൂടെയാണ് കേട്ടോ ബസ് പോകുന്നത്. കുറേ കൺട്രി സൈഡ് വ്യൂസ് ഒക്കെ കാണാൻ പറ്റി. കൺട്രി സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് ഏരിയ ആണ്. അത് നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. ഈ കാണുന്നത് ഒരു കാട് പോലത്തെ സ്ഥലമാണ്. പക്ഷേ ഈ കാടിൻ്റെ നടുക്കായിട്ടൊരു ഫ്ലാറ്റ് കാണാൻ പറ്റും. കണ്ടില്ലേ? കാടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറേ മരങ്ങളുടെ ഇടയിൽ ഒരു ഫ്ലാറ്റ്. അത് ഭയങ്കര ഒരു രസമുള്ളൊരു വ്യൂ ആയിരുന്നു അത്. അങ്ങനെ നല്ല വ്യൂസൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോവാണ്. അങ്ങനെ ഞങ്ങൾ ന്യൂകാസിൽ എത്തിച്ചേർന്നു. ന്യൂകാസിലിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചാണ് ഞങ്ങൾ സിസ്റ്റർ നിൽക്കുന്ന വീട്ടിലെത്തിയത്. ഇപ്പോൾ ടാക്സി പിടിച്ച് പോകുന്ന സീനാണ് ഈ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ മഴ തുടങ്ങി കേട്ടോ. മഴയത്താണ് ഞങ്ങൾ ചെന്നപ്പോൾ അതേ അനിയത്തി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മീൻ വറുത്തത് വെച്ചത്, പിന്നെ ബീഫും കൂർക്കയും ഉലർത്തിയത്, അങ്ങനെ ഞങ്ങൾ ഉലർത്തിയതെന്നൊക്കെ പറയും കേട്ടോ. ഉലർത്തിയതെന്നാണ് ശരിക്കും. അപ്പോൾ അതൊക്കെ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല വിശന്നാണ് ചെന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല ഫുഡ് അടിച്ചു. അപ്പോൾ ഈ ഫുഡ് അടിച്ചൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ പോവാണ് കേട്ടോ. നല്ല മഴ പെയ്ത് കഴിഞ്ഞ ഒരു സമയം.
വൈകുന്നേരം സമയം കൂടുതൽ തണുപ്പുമില്ല കൂടുതൽ ചൂടുമില്ലാത്തൊരു നല്ല ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അത് ആ വഴി നല്ല രസമാണ്. നമുക്ക് നടക്കുന്ന ഒരു വഴിയാണിത്, ഒരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. ഇതിൽ കൂടെ നമ്മൾ നടക്കാൻ മാത്രമേ ഉള്ളൂ, വണ്ടികളൊന്നും ഇതിൽ കൂടെ വരത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലം. ഈ പട്ടിക്കുട്ടീനെ കണ്ട നല്ല രസമില്ലേ. എനിക്ക് പട്ടിക്കുട്ടികളെ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് സൈഡ് മാറി. അപ്പോൾ ആങ്ങളെയും പെങ്ങളും കുറേ നാൾ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിങ്ങനെ നടക്കുകയാണ്. നല്ല രസമാണ്. കുറേ നാൾ കൂടിയാണ് സിസ്റ്ററിനെ കണ്ടത്. അവൾ ന്യൂകാസലിലാണ് താമസിക്കുന്നത്, ഇച്ചൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നടക്കുകയാണ്. സ്കൈ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഇന്നെന്ന് തന്നെയല്ല, മിക്ക ദിവസം സ്കൈ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് മഴ പെയ്ത് കഴിഞ്ഞ ആ സമയം കൂടെ ആയപ്പോൾ സ്കൈക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗി. ഇച്ചനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് വേറെ സൂര്യന്റെ മേത്ത് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ സെയിം ഹൈറ്റ് ഉള്ളവരൊക്കെ നോക്കൂ. ഓഹോ അങ്ങനെയാണല്ലേ. ബൈ. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. ഞാൻ ക്യാമറ പിടിക്കുമ്പോൾ ഇച്ചൻ്റെ തലയുടെ പകുതിയെ കാണുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഞങ്ങളുടെ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളത് രസമാണ്, പക്ഷെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്കൈ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. മഴവില്ല് കണ്ടു, പക്ഷെ മഴവില്ല് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് മഴവില്ല് കാണാൻ പറ്റും കേട്ടോ. അതായത് ഫുൾ ഷേപ്പിൽ ഫുൾ കളേഴ്സിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് കണ്ടത് പകുതിയെ കാണാൻ പറ്റുള്ളൂ. അവള് ജോലി ചെയ്യുന്ന സിസ്റ്റർ നേഴ്സാണ്. അപ്പോൾ അവള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ കാണിച്ചു തരാനായിട്ടാണ് ഞങ്ങളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലൊക്കെ കണ്ടു, ഇങ്ങനെ നടക്കുകയാണ്. അവർ തിരിഞ്ഞ് എന്നെ നോക്കും, കാരണം ഞാൻ അവരുടെ ഒപ്പം എത്താൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോയും കൂടെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാണ് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് വഴി ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.